ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നൊരു ടീപ്പോയ് ഉണ്ടാക്കുകയാണ്. അതിനായി നമ്മളിവിടെ 8 കുപ്പി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പൂർണ്ണമായും പാഴ്വസ്തുക്കളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു മൾട്ടിവുഡ് പീസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. മൾട്ടിവുഡ് വേണമെന്നൊന്നുമില്ല, പഴയ പ്ലൈവുഡുകളോ പ്ലാസ്റ്റിക് ഡോറുകൾ കട്ട് ചെയ്തെടുത്താലോ എന്തായാലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മൾട്ടിവുഡ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ കാലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കുപ്പികൾ തമ്മിൽ അതിൻ്റെ അടപ്പ് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ജോയിൻറ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് സ്ക്രൂ വെച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ പശയും കൂടെ ചെയ്യുന്നുണ്ട്. കുപ്പികൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ അടപ്പുകൾ ഒട്ടിച്ച ഭാഗത്ത് ഒരു ടേപ്പ് കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളും ബെൻഡുകളൊക്കെയാണ്. ഇതും പഴയൊരു വീടിൻ്റെ പണി കഴിഞ്ഞ വീടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് മേടിച്ചാൽ ഇതിനിപ്പോൾ ഏകദേശം ഒരു 100 രൂപ വിലയേ ആകുന്നുള്ളൂ. അപ്പോൾ ഇത് പഴയത് മുറിച്ച പീസുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തെടുത്താണ്. ഇപ്പോൾ നമ്മൾ ചതുരാകൃതിയിലാക്കിയെടുത്ത പൈപ്പിനെ നമ്മുടെ ബോർഡിൻ്റെ അടിയിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. 4 ഭാഗത്ത് സ്ക്രൂ എല്ലാം ചെയ്ത് പശയും കൂടെ തേച്ചിട്ട് ബോർഡുമായിട്ട് ഉറപ്പിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റാൻഡ് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആക്കി എടുക്കുന്നതിനായിട്ട് നമ്മുടെ കുപ്പികളിൽ മണൽ എന്തെങ്കിലും നിറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബലമുള്ളതായി തീരും. അപ്പോൾ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. നമ്മൾ ഏതെങ്കിലും വസ്തുക്കൾ രണ്ടെണ്ണം തമ്മിൽ കൂട്ടി ഒട്ടിക്കുമ്പോൾ അത് തമ്മിൽ ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ അത് ഒട്ടാൻ സാധ്യത കുറവാണ്. അതിനാലാണ് നമ്മൾ ആ വസ്തുക്കളുടെ തന്നെ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ പശ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടായി നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇത് മരമാണേലും പ്ലാസ്റ്റിക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൈപ്പിന് 2ാമത്തെ ചതുരം നമ്മൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുപ്പി ബലം വരുമ്പോൾ സൈഡിലേക്ക് അകന്നു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിലെ ഈ ചതുരം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സ്ക്രൂവും കൂടെ ഉപയോഗിച്ച് നന്നായിട്ട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബലം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കല്ല് കയറ്റി അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചു. ഏകദേശം ഒരു 10-40 കിലോയുള്ള ഒരു കല്ലാണ്. നമ്മുടെ കുപ്പിയെ നന്നായിട്ട് വെയിറ്റ് താങ്ങുന്നുണ്ട്. ഈ ടേബിളിൻ്റെ അടിഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത പൈപ്പിൽ കൂടെ നമ്മൾ ചെറിയ തട്ടുകൾ പോലെ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് 2-3 പീസ് മൾട്ടിവുഡ് ജോയിൻ ചെയ്തെടുത്ത് അതാണ് നമ്മൾ അടിവശത്ത് വെച്ച് കൊടുക്കുന്നത്. അത് 3 പീസാക്കി അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ കാലുകളിലേക്ക് ഓരോ സ്ക്രൂ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്ക്രൂ ചെയ്ത ഹോളുകളൊക്കെ ഒരു പുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടയ്ക്കുന്നുണ്ട്. ഈ ടേബിളിന് നമ്മൾ വുഡൻ ഫിനിഷാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേക്ക് വുഡ് എന്ന് പറയുന്ന ഒരു കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. തുടർന്ന് ഇത്ര വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇതുവരെ തന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു.